അഴിമതിക്കാർക്കെതിരെ പോരാട്ടവീര്യമായി അഡ്വക്കേറ്റ് ഹൃദേശ് ചന്ദ്രൻ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അഴിമതിക്കാർക്കെതിരെ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത പോരാട്ടവീര്യമുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ഹൃദേശ് ചന്ദ്രൻ. അഴിമതിക്കാരുടെ പേടി സ്വപ്നമാണ് ഇദ്ദേഹമെന്ന് നിസ്സംശയം പറയാം. ഈ അഴിമതികൾക്കെതിരെ ഹൈക്കോടതിയിലും സംസ്ഥാനത്തുടനീളമുള്ള വിജിലൻസ് കോടതികളിലും അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടങ്ങൾ ഫലം കാണുകയും ചെയ്തു. കൂടാതെ 2016 LDFന്റെ പ്രകടന പത്രികയിൽ കൺസ്യൂമർ ഫെഡ് അടക്കമുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവരുമെന്ന വാഗ്ദാനത്തിലേക്ക് നയിച്ചതും ഹൃദേശ് ചന്ദ്രന്റെ പോരാട്ടങ്ങളാണ്. ഒപ്പം തന്നെ കൊല്ലം കോർപ്പറേഷന്റെ തെരുവുവിളക്ക് കരാറിനെതിരെ ഇദ്ദേഹം നടത്തിയ പോരാട്ടമാണ് തെരുവുവിളക്ക് പരിപാലനത്തിന് നിലാവ് എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നതിലേക്ക് സംസ്ഥാന സർക്കാരിനെ നയിച്ചത്. ഇത്തരം പോരാട്ടങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് മുന്നിൽ തോൽക്കാതെ തന്റെ പോരാട്ടങ്ങളുമായി ഹൃദേശ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സമൂഹത്തിലെ തെറ്റായ നയങ്ങൾക്കെതിരെ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഹൃദേശ് തന്റെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. 1989 കൊട്ടാരക്കര ബോയ്സ് HS സ്കൂളിലെ സ്കൂൾ ലീഡറായും ഇന്റർ സ്കൂൾ കൗൺസിലിന്റെ സെക്രട്ടറിയായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് വിദ്യാർത്ഥികൾ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളും അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതർക്ക് മുന്നിലെത്തിച്ചു. തുടർന്ന് കൊല്ലം SN കോളേജിലും അദ്ദേഹം SFIയുടെ ശബ്ദമായി മാറി. ബാംഗ്ലൂരിലെ ശ്രീ ജഗദ്ഗുരു രേണുകാചാര്യ കോളേജ് ഓഫ് ലോയിൽ നിന്നാണ് അദ്ദേഹം നിയമബിരുദം നേടിയത്. നിയമബിരുദം നേടിയ ശേഷം 2000 അദ്ദേഹം കൊട്ടാരക്കരയിലെ പ്രമുഖ അഭിഭാഷകനായ രവീന്ദ്രകുമാറിന്റെ ജൂനിയറായും 2002 സ്വതന്ത്രമായും പ്രാക്ടീസ് തുടങ്ങി. അഴിമതികൾക്കെതിരെ നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്കൊപ്പം സമകാലിക സംഭവങ്ങളിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വീഡിയോകളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. സമൂഹത്തിലെ തന്റെ ഇടപെടലുകൾക്ക് കേരള കൗമുദിയുടെ കൊട്ടാരക്കര ബ്യൂറോ വാർഷിക ചടങ്ങിൽ അഡ്വക്കേറ്റ് ഹൃദേശ് ചന്ദ്രനെ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു.